ഏവർക്കും സ്വാഗതം, വണക്കം. ഇന്ന് വളരെ ബഹുമാനമർഹിക്കുന്ന, ജീവിതത്തിൽ വളരെ ആത്മീയ ലക്ഷ്യബോധത്തോടെ ദശകങ്ങൾ അധ്വാനിച്ച ആധുനിക മനുഷ്യാവസ്ഥയോടുള്ള ബന്ധത്തിൽ, അതിൻ്റെ പ്രസക്തിയിൽ ചിന്തിക്കുകയും മനുഷ്യർക്ക്, സമൂഹങ്ങൾക്ക് നന്മ വരുന്ന വിധത്തിൽ അതിനോട് ഇടപെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വവുമായി നിങ്ങളെ സമീപിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആചാര്യശ്രീ ദീർഘനാൾ ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ തൻ്റെ ആധ്യാത്മികമായ ഇടപെടൽ കൊണ്ട് ഗണ്യമായ സംഭാവന നൽകുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. എനിക്ക് കുറഞ്ഞ പക്ഷം ഒരു 30 വർഷം അദ്ദേഹത്തെ പരിചയമുണ്ട്. ഡൽഹിയിലായിരുന്നപ്പോൾ തന്നെ പരിചയമുണ്ട്. എന്നാൽ ഈ അടുത്ത കാലങ്ങളിലായി അദ്ദേഹം കേരളത്തെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. അനേക ആശയങ്ങളുടെ ഉടമയാണ് സ്വാമിജി. ഏതാണ്ട് 24ഓളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. വളരെ ലളിതവും മനോഹരവുമായ ലേഖന സ്റ്റൈലാണ് അദ്ദേഹത്തിനുള്ളത്. സ്റ്റൈലും ആശയവും ഒന്നുപോലെ അദ്ദേഹത്തിനുണ്ട്. ഇന്ന് അദ്ദേഹത്തിൽ നിന്ന് കേരളത്തെ കേന്ദ്രീകരിച്ച് അദ്ദേഹം നടത്തുവാൻ ഉദ്ദേശിക്കുന്ന, ഇതുവരെ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികൾ എന്താണ്, അതിൽ നിന്ന് നാം എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്ന വിഷയത്തെപ്പറ്റി അല്പം ആശയവിനിമയം നടത്തുക എന്നതാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആചാര്യശ്രീക്ക് നമസ്കാരം. നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കേരളത്തെ സംബന്ധിച്ചിട്ടുള്ള അങ്ങയുടെ ദൗത്യബോധം, ലക്ഷ്യം എന്താണ് എന്ന് അല്പമൊന്ന് വിശദീകരിക്കാം. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപക്ഷെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്ത പേരാണ് അതെങ്കിലും അതിലൊരു ദൈവിക ഉദ്ദേശം ഉള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം ഓരോ സംസ്കാരത്തിനും, ഓരോ മതത്തിനും, ഓരോ രാഷ്ട്രത്തിനും എല്ലാം ഒരു ദൗത്യമുണ്ട്. In the divine providence, there is a mission for every society, every culture, every nation, every religion. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ഒരു ദൗത്യമുള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം ലോകത്തിൽ ഇന്നും 3 മതങ്ങൾ ശക്തമായ സാന്നിധ്യമുണ്ട് എങ്കിലും അത് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ശൈലിയിൽ വർദ്ധിച്ചു വരുന്ന ഒരേ ഒരു സ്ഥാനം കേരളമാണ് എന്നുള്ളതാണ് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഹിന്ദുയിസം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, ഇത് 3 ലോകമതങ്ങളാണ്. അതെല്ലാം ഒരു തുല്യ ശക്തിയിലാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു സംസ്കാരം നമുക്കുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ്. അപ്പോൾ ഈ മതസൗഹാർദ്ദത്തിൻ്റെ സംസ്കാരമുള്ള കേരളത്തിൽ നിന്ന് വേണം ഭാരതത്തിൽ ഒരു മതസംസ്കാരത്തിൻ്റെ ആ ഒരു ആവിർഭാവം, അല്ലെങ്കിൽ ആ ഒരു മതസംസ്കാരം വളർന്നു വരേണ്ടത് എന്ന് ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്, സഞ്ചരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ലക്നൌവിലും മധ്യപ്രദേശിലൊക്കെ നമുക്ക് ആശ്രമങ്ങളുണ്ട്. അപ്പോൾ ഞാൻ കേരളത്തിലേക്ക് തിരിച്ചു വന്നു ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു കാരണം, ഇന്നിപ്പോൾ ഭാരതത്തിന് ഒരു പ്രത്യാശ നൽകാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു സംസ്കാരം കേരളത്തിൻ്റെതാണെന്നുള്ളൊരു ഉൾക്കാഴ്ച എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ മടങ്ങി വന്നത്. ശരിയാണ്, ഇവിടെ പല പ്രശ്നങ്ങളുണ്ട്. അക്രമാസക്തി കൂടുതലാണ്. അതുപോലെ അധർമ്മശക്തികൾ കൊടികുത്തി വാഴുന്നൊരു സ്ഥലമാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലും ആ ദൈവവിളി അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള വിശ്വാസം, അതുപോലെ കേരളം ഇന്നല്ലെങ്കിൽ നാളെ ആ ദൈവവിളിയിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു വിശ്വാസം, പിന്നെ ക്രിസ്തു മതത്തിൻ്റെയും ക്രിസ്തു മാർഗത്തിൻ്റെയും പിള്ളത്തൊട്ടിലാണ് കേരളം. അപ്പോൾ അത് വലിയൊരു പ്രസക്തമായ ഒരു ദൈവിക ദാനമായിട്ട് ഞാൻ കാണുന്നു കേരളത്തെ സംബന്ധിച്ച്. കാരണം ഇന്ന് ഈ ക്രിസ്തു മാർഗമാണ് വാസ്തവത്തിൽ
നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ആയിട്ട് ഞാൻ കാണുന്നു. നമുക്ക് ആ മാർഗത്തിലേക്ക്, അത് സ്നേഹത്തിൻ്റെ മാർഗമാണ്, സമർപ്പണത്തിൻ്റെ മാർഗമാണ്, ത്യാഗത്തിൻ്റെ മാർഗമാണ്. അതിലേക്ക് മടങ്ങി വരാതെ നമുക്ക് നമ്മുടെ ഈ അവസ്ഥയിൽ നിന്നും കരകയറാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസം അങ്ങനെ പറയുമ്പോൾ താങ്കളെ ശ്രവിക്കുന്ന പല ആളുകളും ന്യായമായി ചോദിക്കാവുന്ന ഒരു ചോദ്യം, സ്നേഹം, സാഹോദര്യം, സമാധാനം, ത്യാഗം, സത്യം, ഇങ്ങനെയുള്ള മൂല്യങ്ങൾ ക്രിസ്തു മതത്തിൽ മാത്രമല്ല എല്ലാ മതങ്ങളിലും ഉണ്ട്. അത് ക്രിസ്തു മതത്തിൻ്റേത് മാത്രമാണ് എന്ന് അവകാശപ്പെടുന്നതിൽ അല്പം അനൗചിത്യമില്ലേ എന്നൊരു സംശയം ന്യായമായും ഉണ്ടാകുന്നതാണ്. ഇവിടെ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട് അച്ചോ. ഞാൻ ക്രിസ്തു മതത്തിന്റെ കാര്യമല്ല പറയുന്നത്, ക്രിസ്തു മാർഗം. ഈ മാർഗം എന്ന് പറയുമ്പോൾ ക്രിസ്തു കാണിച്ച ഒരു മാർഗം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. സ്നേഹിതന് വേണ്ടി സ്വന്തം ജീവൻ നൽകുന്നത് വലിയ സ്നേഹമില്ല. ഇനി സ്നേഹം എന്നുള്ളത് ക്രിസ്തുവിൽ നിന്ന് തുടങ്ങുന്നതല്ല. സ്നേഹം ലോകം ആദ്യം മുതലേ ഉണ്ട്. സ്നേഹത്തിൽ ഉദിക്കുന്ന ലോകം സ്നേഹത്താൽ മുക്തി തേടുന്നു എന്നൊക്കെ നമ്മൾ എഴുതുന്നുണ്ട്, പഠിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ ഒരു മാതൃക കാണിച്ചു തരാണ്. അപ്പൊ ഇത് ഒരു പക്ഷെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വ്യക്തി സ്വന്തം ജീവിതത്തിലൂടെ താൻ പഠിപ്പിക്കുന്നതെല്ലാം തന്നെ പ്രായോഗികമാക്കി കാണിച്ചു തരുന്നത്. ശത്രുവിനെ സ്നേഹിക്കുക, നിങ്ങളെ ഉപദ്രവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കുരിശിൽ കടന്ന് മരിക്കുമ്പോഴും പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു, പിതാവെ ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്ന എന്താണെന്ന് അറിയുന്നില്ല എന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞൊരു വ്യക്തിത്വം. വാസ്തവത്തില് ആ അവസാനത്തെ പ്രാർത്ഥനയാണ് എന്നെ ഒരു പൂർണ്ണ ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത്. കാരണം ഞാൻ ഒരു 16 വർഷത്തോളം പല മതങ്ങളിലും അന്വേഷിച്ച് നടന്ന വ്യക്തിയാണ്. 4 മതങ്ങൾ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ അവസാനം ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് വരാൻ കാരണം ഇവിടെയാണ്. ആ ഒരു സദ്ഗുരു അല്ലെങ്കിൽ ഒരു ലോക ഗുരു പറഞ്ഞതെല്ലാം പ്രായോഗികമായി കാണിച്ചു തന്ന ഒരു ഗുരു, സത്യമാകുന്ന ആ ഗുരു, അത് ഞാൻ കണ്ടെത്തിയ ക്രിസ്തുവിലാണ്. അതുകൊണ്ടാണ് ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് ഞാൻ വരാൻ കാരണവും. അതുപോലെ ഇന്ന് ക്രിസ്തു മാർഗം പറയുന്നത്, ഞാൻ ക്രിസ്തു മതമല്ല കേട്ടോ, അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഞാൻ ഒരു മതത്തിന്റെയും വക്താവല്ല, മതപരിവർത്തനത്തിൽ ഒട്ടും വിശ്വസിക്കുന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ആളുകൾ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമുണ്ട്. അത് എന്നോട് ചോദിച്ചിട്ടുള്ളതുമാണ്, താങ്കളോട് ചോദിച്ചു കാണും. ക്രിസ്തു മാർഗത്തിൻ്റെ വെളിച്ചം സ്നേഹമാണ് എന്നിരിക്കെ, ക്രിസ്തു മാർഗത്തിൽ ദൈവത്തെ സ്നേഹമായി വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നിരിക്കെ, ദൈവം സ്നേഹം തന്നെ എന്ന വളരെ വ്യക്തമായ പ്രസ്താവന, എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ അങ്ങനെ സ്നേഹം ഉള്ളതായി നമുക്ക് പലപ്പോഴും കാണാൻ കഴിയാതെ പോകുന്നത് എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിലില്ലാത്ത, നമ്മുടെ മധ്യത്തിലില്ലാത്ത ഒരു സമ്പത്ത് മറ്റുള്ളവർക്ക് വിളമ്പുവാൻ നമുക്ക് സാധിക്കുമോ എന്ന ഒരു ചോദ്യം പ്രസക്തമാണ്. അതിന് ഈ യുക്തിസഹജമായ വസ്തുനിഷ്ഠമായ ഒരു ഉത്തരം കൊടുക്കാൻ നമുക്കൊരു കടപ്പാടുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഭാരതം അനുഭവത്തിന്റെ നാടാണ്. ദൈവ അനുഭവമുള്ളവരെ ബഹുമാനിക്കുന്നുണ്ട്. അത് മതം ഏതാണെന്ന് അവർ നോക്കാറില്ല. അതെ. പിന്നെ നമ്മൾ ദൈവത്തെ പറ്റി അറിവുള്ള ഒത്തിരി പേരുണ്ട്. അറിവും അനുഭവവും അച്ഛനറിയാമല്ലോ, അതിലൊത്തിരി വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്കിന്ന് ആ ദൈവിക അനുഭവം ഉള്ള വ്യക്തികളെ ആവശ്യമുണ്ട്. ക്രിസ്തുമതത്തിന് പ്രത്യേകതയുണ്ട് എന്ന് ഞാൻ കണ്ടത്, ഈ അനുഭവത്തിന് നമ്മളാൽ സാധ്യമല്ല എങ്കിലും ദൈവത്തിന്റെ കൃപയുണ്ട്. നമുക്ക് ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് നൽകിയിട്ടുണ്ട്. അതില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊരു വലിയ ദൈവിക അനുഗ്രഹമാണ് ഈ പാരമ്പര്യത്തിൽ ഉള്ളത് എന്ന് ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെ ദൈവകൃപയിൽ ആശ്രയിച്ചുള്ളൊരു ജീവിതത്തിലേക്കാണ് ഞാൻ മടങ്ങി വന്നിരിക്കുന്നത്. എൻ്റെ അവസാനത്തെ ആശ്രമത്തിന്റെ പേര് തന്നെ ദൈവകൃപ ആശ്രമം. കാരണം ഈ കൃപ എന്നുള്ളത് ഈ 4 മതങ്ങൾ, ഞാൻ ജീവിച്ചുള്ള 4 മതങ്ങൾ, ക്രിസ്തു മതം, ഹിന്ദു മതം, ഇസ്ലാം മതം, സിഖ് മതം, ഈ 4 മതങ്ങളുടെ അവസാനത്തിൽ വരുന്നത് ദൈവകൃപയാണ്. ഇൻഷാ അള്ളാ, മുസ്ലിങ്ങൾ പറയും ഇൻഷാ അള്ളാ.
അതുപോലെ ഈശ്വർക്ക് കൃപാഹെ ഹിന്ദുസ് പറയും, നമ്മൾ പറയും ദൈവത്തിന്റെ കൃപയാണ്. അതുപോലെ സിഖുകാരാണെങ്കിൽ പറയും വാഹേഗുരുക്ക് ഭക്തേ. അപ്പൊ ഇങ്ങനെയെല്ലാം അവസാനം ആ കൃപയുടെ വാതിക്ക് വരമേ മതങ്ങളും മതഗ്രന്ഥങ്ങളും ഗുരുക്കന്മാരെല്ലാം നമ്മളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു ബന്ധത്തിലേക്കാണ് വരുന്നത്. ആ ബന്ധത്തിന്റെ ഒരു മാർഗമാണ് യേശുക്രിസ്തു നമ്മളെ കാണിച്ചു തന്നത്. ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞപ്പോൾ ആ ദൈവകൃപയിലേക്ക് വരാനുള്ളൊരു മാർഗം. അതുപോലെ യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, നിയമം മോശയിലൂടെയും കൃപയും സത്യവും യേശുക്രിസ്തുവിലൂടെയും നൽകുന്നുള്ളൂ. കാരണം ഈ കൃപ കിട്ടണമെങ്കിൽ അത് ഞാനിപ്പോ കണ്ടതിലൂടെ അതിൻ്റെ ഒരു സാധ്യത കൂടുതലുണ്ട്. ശരിയാണ്, നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ഈ നമ്മളൊരു അനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു മതമാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലായിടത്തും. ക്രിസ്ത്യാനികൾക്കും മറ്റു മതങ്ങളെല്ലാം അത് തന്നെയാണ്. ആചാര അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അനുഭവത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് കടന്നു വരാതെ നമ്മൾ നിൽക്കുകയാണ്. അപ്പൊ അത് നമ്മുടെ ഒരു ആധ്യാത്മിക ആവശ്യമാണ്. അതുപോലെ അതിനുവേണ്ടി ദാഹിക്കുന്നവർ ഒത്തിരി ഉണ്ട്. അപ്പൊ അത് നമുക്ക് അതിലേക്കൊരു വഴി തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിത ലക്ഷ്യമായിട്ടും എൻ്റെ ഇപ്പം അവസാനത്തെ ആശ്രമമായിട്ടും. ഇപ്പം ഞാൻ തുടങ്ങിയ ഇനി ഒന്ന് റിവൈവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ ക്രിസ്തു ശിഷ്യ ശാന്തി സംഘം അഥവാ ഡിസൈപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ് ഫോർ പീസ്. കാരണം ഇതിലൂടെ നമുക്ക് ഈ ഒരു ആശയം കുറച്ചുകൂടെ വിശദമായി നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഒന്ന് വിശദീകരിച്ചു കൊടുക്കുന്നത് പ്രയോജനം ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോ അച്ഛൻ തന്നെ പറഞ്ഞല്ലോ, നമ്മൾ ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് ഈ സ്നേഹം കാണിക്കുന്നില്ല, നമ്മൾ ഒത്തിരി പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ അതൊരു വലിയ പരാജയമാണ് സഭയുടെ. ഇന്നിപ്പോ ഒത്തിരി എതിർപ്പുകൾ എല്ലായിടത്തും ഉണ്ട് സഭയ്ക്ക്. ഒരു മൂല കാരണം നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ വലിയ ബന്ധമില്ലെന്നുള്ളതാണ്. പിന്നെ നമുക്ക് മറ്റുള്ളവരൊക്കെ നമ്മുടെ മതത്തിലേക്ക് മതം മാറ്റാനുള്ള യത്നമുണ്ട്. അതൊക്കെ വെറും പോഷത്വമാണ്. മതം മാറിയതുകൊണ്ട് മനുഷ്യൻ നന്നാകുന്നില്ല. വാസ്തവത്തിൽ നാരായണ ഗുരു പറഞ്ഞില്ലേ, മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി. അപ്പൊ ആ ഒരു ചിന്ത വളരെ പ്രധാനമാണ്. അത് കേരളത്തിലുണ്ട്. നാരായണ ഗുരുവിന്റെ ആ ഒരു പാരമ്പര്യം ഇവിടെ കിടക്കുന്നിടത്തോളം കാലം ആ ഒരു വിശ്വമാനവികതയും ഇങ്ങനെയുള്ള എല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്ഥിതിയൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക്. അപ്പൊ അവിടെ ഈ ക്രിസ്തുവിന്റെ സ്നേഹ ചൈതന്യം കൂടി നമ്മൾ സമന്വയിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് വലിയൊരു ആധ്യാത്മിക ചൈതന്യം വളർന്നു. അപ്പൊ യേശുവിൽ ആരംഭിച്ച ഈ ഒരു ആത്മീക ദർശനം അത് കേരളത്തിൻ്റെ മണ്ണിൽ പിന്നെ പ്രത്യക്ഷപ്പെടുന്നത് ശ്രീ നാരായണ ഗുരുവിൽ കൂടെയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ സാധിക്കുമോ? വിയോജിക്കുന്നുവെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇല്ല, ഞാൻ തീർച്ചയായിട്ടും യോജിക്കും. യോഹന്നാനിലൂടെ അല്ലെങ്കിൽ സ്നാപക യോഹന്നാനിലൂടെ ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കി ഇസ്രായേലിന്. അതുപോലെ ഞാൻ പറയും, ഗാന്ധിയിലൂടെ ഭാരതത്തിലും നാരായണ ഗുരുവിലൂടെ കേരളത്തിലും ആ ക്രിസ്തുവിന്റെ ഒരു വഴി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമ്മളുടെ ഒരു മനസ്സിന്റെ ഇടുങ്ങിയ ചിന്തയിൽ കൂടി നമ്മൾ നോക്കുമ്പോൾ, അയ്യോ ഇതെങ്ങനെയാണ്, ഞാൻ പണ്ട് ഗാന്ധി ഒരു ഇന്ത്യൻ ക്രൈസ്റ്റ് ആണെന്ന് പറഞ്ഞ ഒരു വർഷങ്ങൾ മുമ്പ് പറഞ്ഞപ്പോൾ അതിന് ഒത്തിരി എതിർപ്പുണ്ടായിരുന്നു. അതുപോലെ ഇന്നും നാരായണ ഗുരു ഒരു കേരള ക്രൈസ്റ്റ് ആണെന്ന് പറയുമ്പോൾ എതിർക്കുന്നവർ ഒത്തിരി പേരുണ്ട്. എൻ്റെ ആശ്രമത്തിൽ, ദൈവകൃപ ആശ്രമത്തിൽ നാരായണ ഗുരുവിന്റെയും മദർ തെരേസയുടെയും ഗാന്ധിയുടെയും ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് പലരും എതിർപ്പ് പറയുന്നുണ്ട്. ഇതെന്താണ് ഗാന്ധിയുടെ ഫോട്ടോ, നാരായണ ഗുരുവിന്റെ ഫോട്ടോ, മദർ തെരേസയുടെ ഫോട്ടോ, ഏതെങ്കിലും ഒന്ന് പോരെ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മതിലെ കളിച്ച ക്രിസ്ത്യാനികൾ പറയുന്ന ഒരു ഒഴികഴിവ്, ഒരു ന്യായം, ഇവരാരും നാരായണ ഗുരു ആകട്ടെ അല്ലെങ്കിൽ ഗാന്ധി ആകട്ടെ യേശുവിൻ്റെ രക്ഷിതാവാണ് എന്ന നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല. അത് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, ഇവരാരും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം ഏറ്റിട്ടില്ല. മൂന്നാമത് പറയുന്നത്, ഇവരാരും യേശുവിൻ്റെ ശരീര രക്തങ്ങളെ സക്രമന്തായി കൈക്കൊണ്ടിട്ടില്ല. അതുകൊണ്ട് അവരെല്ലാം നരകത്തിൽ പോകും. ഇങ്ങനെയാണ് ജനങ്ങളെ ബോധിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതവർ ഏറ്റുപാടുന്നു. അവർക്ക് അതിനെ ഒന്ന് പുനർചിന്തനം ചെയ്യുവാൻ, വിചിന്തനം ചെയ്യുവാനുള്ള ഒരു അവസരവുമില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിപ്പോൾ സ്ഥാപിത മതങ്ങളുടെ എല്ലാം ഒരു പരിമിതിയാണ്. അത് പുരോഹിതവർഗത്തിൻ്റെ ഒരു
കൺട്രോൾ വരുന്നുണ്ട്, അവരുടെ നിലനിൽപ്പിൻ്റെ കാര്യമാണ്. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ യഥാർത്ഥത്തിൽ യേശു പറഞ്ഞതല്ല. അപ്പൊ യേശു പറഞ്ഞ ആദ്യമേ ദൈവരാജ്യവും അവിടുത്തെ ധാർമ്മികതയും അന്വേഷിക്കുക, മറ്റെല്ലാം തരപ്പെടും. അതുപോലെ നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്, അല്ലെങ്കിൽ യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ലെറ്റ് യുവർ ലൈറ്റ് സോ ഷൈൻ ബിഫോർ പീപ്പിൾ ദേ സീ ദ ഗുഡ് വർക്ക് യു ഡു ആൻഡ് ഗിവ് താങ്ക്സ് ടു ഗോഡ്. ഇങ്ങനെയൊക്കെ വളരെ വിശാലമായ യേശു പറഞ്ഞൊരു വിപ്ലവാത്മകമായ ആശയം. മനുഷ്യൻ മതത്തിന് വേണ്ടിയല്ല, മതം മനുഷ്യന് വേണ്ടി ആയിരിക്കണം. ആ ആശയമാണ് നാരായണ ഗുരു മതം ഏതായാലും മനുഷ്യൻ അതിന്റെ അർത്ഥം വാസ്തവത്തിൽ നാരായണ ഗുരു ഉദ്ദേശിച്ചത് മനുഷ്യൻ നന്നാകും എന്ന ലക്ഷ്യത്തിലേക്ക് ഒരു സംഭാവന ചെയ്യുവാനും ഒരു മതങ്ങൾക്ക് സാധ്യമല്ല എന്നത് തന്നെയാണ് എൻ്റെ അർത്ഥം. മതം ഏതായാലും എൻ്റെ അർത്ഥം ഒരു മതത്തിനും ഇതിന്റെ കുത്തകയില്ല എന്നത് തന്നെയാണ് എൻ്റെ അർത്ഥം. കുത്തകയില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ എല്ലാ മതങ്ങൾക്കും അതിന് സാധ്യതയുണ്ട് എന്ന് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ മതത്തിനാണോ മാർഗത്തിനാണോ എന്ന ഒരു ചോദ്യം. മതം എന്ന് പറഞ്ഞ മാർഗം നടക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഈ മതം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ അത് കാണാൻ പറ്റണം. പക്ഷെ ഈ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ അതിൻ്റെ കാതലായിട്ടുള്ള നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പൊ ദ മോബ് ഹാസ് നോ മൊറാലിറ്റി എന്ന് പറയുന്ന പോലെ ഈ ഒന്നിച്ചു വരുമ്പോൾ നമ്മളുടെ ആ സത്ത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കൂട്ടായ്മകളുണ്ട്, നമുക്ക് പള്ളി കൂട്ടായ്മകളുണ്ട്, ഇപ്പോൾ ക്രിസ്തു മതങ്ങൾ തന്നെ ഒത്തിരി ഉണ്ടല്ലോ, സഭകൾ. പക്ഷെ അവിടെയെല്ലാം നമ്മൾ ആ ക്രിസ്തുവിന്റെ ചൈതന്യം നഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഒരിടത്തും തന്നെ കാണാനില്ല എന്ന് പറയുമ്പോൾ ഒരു വിരോധാഭാസം. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, സഭകൾ ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് അവകാശപ്പെടുന്നു, അല്ലെങ്കിൽ സഭകളുടെ അടിസ്ഥാനം യേശുവാണെന്ന് അവകാശപ്പെടുന്നു, അല്ലെങ്കിൽ സഭകളുടെ തല ക്രിസ്തുവാണെന്ന് പറയുന്നു. എന്നാൽ അതേസമയം തന്നെ യേശുവിൻ്റെ ആദർശങ്ങൾ സാക്ഷീകരിക്കുന്നതിൽ എല്ലാ സഭകളും പുറകോട്ട് പോവുകയാണ്. അത് ഈ ലോകത്തിൽ പ്രാവർത്തികമല്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ എല്ലാ സഭകളും നിൽക്കുന്നത്. ഇത് പ്രസംഗിക്കാൻ കൊള്ളാം, പക്ഷെ ഇത് പ്രവർത്തിക്കാൻ കൊള്ളത്തില്ല എന്നൊരവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്രിസ്തു മതവും മറ്റു മതങ്ങളുമായി എന്തെങ്കിലും അർത്ഥവത്തായ വ്യത്യാസമുണ്ടോ എന്ന ചോദ്യം ന്യായമായി ഉദിക്കും. ഉപരിപ്ലവമായി നോക്കുമ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ ഒരു വ്യത്യാസമില്ല, എല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഇതിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ക്രിസ്തു മാർഗത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ മാർഗത്തിൽ ചരിക്കാൻ ഒരു ശക്തി നമുക്ക് നൽകുന്നുണ്ട് പരിശുദ്ധാത്മാവിലൂടെ. അപ്പൊ അത് മറ്റൊരിടത്തും ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തു, ഈ സത്യാത്മാവ് നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകും, അത് നിങ്ങൾ കൂടുതൽ അത് പഠിപ്പിക്കും, ഞാൻ പഠിപ്പിച്ചത് നിങ്ങളെ ഓർമ്മിപ്പിക്കും എന്നൊക്കെ പറയുന്ന ഒരു കണ്ടിന്യൂവേഷൻ അതിൽ വരുന്നുണ്ട്. ഈ ആത്മാവ് എന്നുള്ള ആശയം ഹിന്ദുമതത്തിലുണ്ടല്ലോ, പരമാത്മാവ്. നമ്മളിപ്പോൾ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നതിന് പകരം പരമാത്മാവ് എന്ന കോൺസെപ്റ്റ് ഹിന്ദുമതത്തിലുണ്ട്. എല്ലാം പരമാത്മാവിന്റെ ലീലകളാണ്, അല്ലെങ്കിൽ പ്രവർത്തന രീതികളാണ്. ലോകത്തുള്ളതെല്ലാം അതിന്റെ പ്രവർത്തന ഫലങ്ങളാണ് എന്നൊരു വിശ്വാസം ഹിന്ദുമതത്തിലുണ്ട്. അല്ല, ഇതിപ്പോ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, സ്നേഹം എന്നുള്ള അടുത്ത് എല്ലാം ഉണ്ടെങ്കിലും സ്നേഹിക്കാനൊരു വ്യക്തി നമുക്കുണ്ടെങ്കിൽ ആ ആശയത്തിൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കും. ഇപ്പൊ പരമാത്മാവ് എന്ന് പറയുമ്പോൾ ശരിയാണ്, ആത്മാവുണ്ട്. പക്ഷെ ആ ഒരു വ്യക്തിഗത അനുഭവം അത് ഒരു പരിശുദ്ധാത്മാവിന്റെ, യേശുവിന്റെ, ഉത്തിതനായ ക്രിസ്തുവിന്റെ ആത്മാവിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതൊരു വ്യക്തിപരമായ അനുഭവമാണ്. ആ അനുഭവം ഇല്ലാതെ യേശുവിന് ദൈവത്തെ പിതാവെന്നുള്ളൊരു വ്യക്തിപരമായ അനുഭവം ഉണ്ടായി. ആ അനുഭവമാണ് വാസ്തവത്തിൽ നമുക്ക് ശക്തി തരുന്നത്, അറിവല്ല. ഈ അറിവ് നമുക്ക് ഒത്തിരി ഉണ്ട്. ഭാരതത്തിൽ നമുക്ക് ഒത്തിരി ജ്ഞാനികളില്ലേ, ദൈവത്തെ പറ്റി പറയാനും വളരെ വാചാലമായി എഴുതി വെച്ചിട്ടുണ്ട്, വളരെ ഇതൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ക്രിസ്തു മതങ്ങളിലില്ലേ എന്തുമാത്രം PhD തിയോളജി ചെയ്തിട്ടുണ്ട്. പക്ഷേ an ounce of experience is better than a ton of knowledge എന്ന് ഗുരു പറയായിരുന്നു. അപ്പോൾ ഇന്ന് അനുഭവത്തിൻ്റെ ആ ഒരു തലത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ സോഴ്സ് എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ നമുക്ക് അവിടെ കടന്നു ചെല്ലാൻ ഒരു മാർഗം വേണം. നമുക്കിനിയും ഇപ്പം ആചാര്യശ്രീ ഉദ്ദേശിക്കുന്നത് പോലെ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ഭാരതത്തിന് പൊതുവെ മാതൃകയാകത്തക്ക വിധത്തിൽ സമാധാന അധിഷ്ഠിതമായ ഒരു സമൂഹവും സംസ്കാരവും സൃഷ്ടിക്കുന്നതിന് ഒരു ആത്മീയ ഇടപെടൽ നടത്തുവാൻ
അവിടുന്ന് ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു. അതിനാണ് ഡിസൈപ്പിൾസ് ഓഫ് പീസ്, ക്രൈസ്റ്റ് ഫോർ പീസ് എന്ന ആശയം. അപ്പം അതിനെ കേന്ദ്രീകരിച്ച് അടുത്ത ഒരു 8-10 മിനിറ്റിൽ നമുക്ക് ജനങ്ങൾക്ക് ഒരു അറിവ് ലഭിക്കത്തക്കവണ്ണം ഈ സമയം മുഴുവനും ഞാൻ മിണ്ടാതിരുന്ന് കേൾക്കാൻ മാത്രമാണ്. താങ്ക് യു. ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് പുതുതായിട്ടൊന്നുമില്ല വാസ്തവത്തിൽ, ഇതെല്ലാം അവിടെ ഉള്ളത് തന്നെയാണ്. ഡിസൈപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ് ഫോർ പീസ്, അത് ഞാൻ 1998 ഹൈദരാബാദ് ആർച്ച് ബിഷപ്പ് അരുളപ്പ, സാമിലനി അരുളപ്പ, ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായിരുന്നു, ആത്മീയ സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയതാണ് ഡിസൈപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ് ഫോർ പീസ്. ഞങ്ങളുടെ ഉദ്ദേശം ഇതായിരുന്നു: ഈ ഗ്രേറ്റ് തിങ്സ് ആർ അച്ചീവ്ഡ് നോട്ട് ബൈ ഗ്രേറ്റ് പീപ്പിൾ ബട്ട് ബൈ കോൺസിക്രേറ്റഡ് പീപ്പിൾ. അപ്പോൾ ഇന്ന് നമുക്ക് കോൺസിക്രേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുടെ ആവശ്യമുണ്ട്. സഭയിലൊക്കെ ഒത്തിരി കോൺസിക്രേറ്റഡ് സൊസൈറ്റീസ് ഉണ്ട്, പക്ഷെ വ്യക്തിതലത്തിൽ നോക്കുമ്പോൾ ആ കോൺസിക്രേറ്റഡ് ലൈഫ്, കമ്മിറ്റഡ് ടു ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ടീച്ചിങ്സ്, അതിനുവേണ്ടി മരിക്കാനുള്ള ഇത്, അതിൽ കൂടുതലായിട്ട് നമ്മൾ മതം പ്രചരിപ്പിക്കാനും വേദപുസ്തകം പ്രസംഗിക്കാനുമാണ് നമ്മൾ തീഷ്ണത കാണിക്കുന്നത്. അപ്പോൾ ഈ കഷണ്ടിത്തലയൻ കേശവർദ്ധിനി എണ്ണ വിൽക്കാൻ പോയാൽ വിജയം ഇരിക്കില്ല, കാരണം അവന്റെ തലയിൽ തലമുടിയില്ലല്ലോ. അപ്പൊ അതുപോലെ നമ്മൾ ഇങ്ങനെ വലിയ ഇതൊക്കെ പറയുന്നുവെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ, സഭയുടെ വ്യക്തികളുടെ ജീവിതത്തിലും കൂട്ടായ ജീവിതത്തിലും ഇതൊന്നും കാണുന്നില്ല. അപ്പൊ നമ്മളൊരു വാസ്തവത്തില് നമ്മളെ തന്നെ മേക്കിംഗ് ഫുൾ ഓഫ് അവർ സെൽഫ്. അപ്പൊ ഇതിൽ നിന്ന് മുക്തമായ വ്യക്തികൾ, ഒരു കൂട്ടായ്മ വേണം. ഒത്തിരി പേരുണ്ട്. ഇപ്പൊ ഒരിക്കലും നല്ല വ്യക്തികളുടെ കുറവില്ല സമൂഹത്തിൽ, പക്ഷെ തിന്മ സംഘടിക്കും വളരെ വേഗത്തിൽ തന്നെ. അതുകൊണ്ട് അവർ ശക്തരായിട്ട് വരുന്നു. ഈ നന്മ സംഘടിക്കുന്നില്ല. അപ്പൊ അതായിരുന്നു ഞങ്ങളുടെ ഒരു ലക്ഷ്യം. ഹൗ ടു യുണൈറ്റ് പീപ്പിൾ, ബിഗിനിങ് വിത്ത് കാത്തലിക് ചർച്ച്. ഞങ്ങൾ കാത്തലിക് ചർച്ചിലാണ് തുടങ്ങിയത്. Can there be a new kind of consecrated life where men and women, married and celibate, all can be partners? അങ്ങനെയാണല്ലോ വസ്തുതയിൽ. ഈ യേശുവിന്റെ ശിഷ്യരും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ചിലർ മാരീഡ് ആയിരുന്നു, ചിലർ അൺമാരീഡ് ആയിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ഓവർ ദി ഇയേഴ്സ് ഇങ്ങനെ ഈ സെഗ്രിഗേഷൻ വന്നുപോയി. അപ്പോൾ അത് ട്രാൻസെൻഡ് ചെയ്തുകൊണ്ട് ക്യാൻ ദർ ബി എ ന്യൂ കൈൻഡ് ഓഫ് കോൺസെൻട്രേറ്റഡ് ലൈഫ്, അതായിരുന്നു തുടക്കം. പക്ഷേ ആർച്ച് ബിഷപ്പ് അരുളപ്പ റിട്ടയർ ആയതിനു ശേഷം അടുത്ത ആർച്ച് ബിഷപ്പ് വന്നപ്പോൾ അദ്ദേഹത്തിന് ഇതിനോടും താല്പര്യമില്ല. കാത്തലിക് ചർച്ചിലൊരു നമുക്ക് അതിന്റെ ഹിസ്റ്ററിയിലോട്ട് പോകാതെ കേരളത്തിൽ ഇനി അങ്ങോട്ട് ചെയ്യാൻ, ഇവിടെ ഞാൻ കാണുന്നത് ക്രിസ്തു മാർഗത്തിന്റെ പിള്ളത്തൊട്ടിൽ കേരളമാണ്. അതിൽ നിന്ന് വളർന്ന 5 ക്രിസ്തു സഭകൾ ഇവിടെ തന്നെയുണ്ട്. അതായത് സീറോ മലബാർ, സീറോ മലങ്കര, യാക്കോബ, ഓർത്തഡോക്സ്, മാർത്തോമ, ഇതെല്ലാം ക്രിസ്തു മാർഗത്തിൽ നിന്ന് വന്നവരാണ്. അപ്പൊ ഈ സഭകളിലൂടെ അല്ലെങ്കിൽ ഈ സഭയുടെ അംഗങ്ങളിലൂടെ ഒരു പുതിയ ചൈതന്യം കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കാണുന്നു. കാരണം ഞാൻ ഈ 5 സഭകളുമായിട്ട് കുറച്ചൊക്കെ ബന്ധമുള്ള മനുഷ്യൻ. ഇവിടെ എല്ലാം ഈ ക്രിസ്തു ശിഷ്യത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്കൊരു വേദി ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ ഡിസൈപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ് ഓഫ് പീസ് എന്നുള്ള ഒരു കൂട്ടായ്മ. അപ്പൊ ഞങ്ങൾ അന്ന് തുടങ്ങിയ അതിന്റെ ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതുവരെ ഇപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ അതെവിടെ ചെന്ന് നിൽക്കുന്നു? പ്രോഗ്രസ്. പലപ്പോഴും ഞാൻ പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞാനിത് 5ാമത്തെ ആശ്രമമാണെന്ന് പറഞ്ഞല്ലോ, ആലപ്പുഴ. ഇതെല്ലാം ക്രിസ്തു ശിഷ്യ ശാന്തി സംഘത്തിന്റെ പരീക്ഷണ കേന്ദ്രങ്ങളാണ്. ആദ്യത്തേത് മുളന്തുരുത്തിയിലെ ധർമ്മഭാരതി ആശ്രമമാണ്. അവിടെ തുടങ്ങിയപ്പോൾ വളരെ ക്ലിയർ ആയിരുന്നു എൻ്റെ മനസ്സിൽ, an Indian face of the Christian faith. ആദ്യമേ വേണ്ടത് ഭാരതീയവൽക്കരിക്കപ്പെട്ട ഒരു ക്രിസ്തു വിശ്വാസം നമുക്ക് വേണം. നമ്മളെല്ലാം പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട ഒരു സംസ്കാരം നമുക്കുണ്ട്. നമ്മുടെ സെമിനാരികളിലൊക്കെ പഠിപ്പിക്കുന്ന എല്ലാം അതൊക്കെ ഗ്രീക്ക് ഫിലോസഫിയും റോമൻ അഡ്മിനിസ്ട്രേഷനും അങ്ങനെയൊക്കെയാണ്. നത്തിങ് ടു ഡു വിത്ത് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ കൾച്ചറൽ സ്പിരിച്വൽ ട്രഡീഷൻസ്. ഇപ്പോൾ കുറച്ചൊക്കെ വാറ്റിക്കൻ 2ാം വത്തിക്കാനു ശേഷം കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ ഗുരു ഫാദർ ബീൽ ഗ്രിഫിത്സ് ഒക്കെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരാണ്. അപ്പൊ അതൊരു വലിയ ദൗത്യമായിട്ട് ഞാൻ കണ്ടു. അങ്ങനെ അതിനെ ഒരു 10-28 വർഷത്തോളം ഞാൻ ആ ഇതിൽ പ്രവർത്തിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു എയർഫോഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആളാണ്. എനിക്കിതൊന്നും പശ്ചാത്തലമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി പ്രാർത്ഥിക്കേണ്ടേ പഠിക്കേണ്ടേ വന്നു, ഒത്തിരി പരീക്ഷിക്കേണ്ടി വന്നു. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞല്ലോ 4E മെത്തഡോളജി, അതൊക്കെ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെയാണ്.
അപ്പോൾ ഈ ഡിസൈപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ് ഫോർ പീസ് ഇന്ന് വന്ന് നിൽക്കുന്നത് ഇതെല്ലാം പരീക്ഷണം ചെയ്ത് നല്ല ഒരു ഇന്ത്യൻ ഫേസ് ഓഫ് ദ ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്നുള്ളൊരു ബുക്ക് വന്നു, ഒരു മാനുവലാണ് വാസ്തു. അപ്പോൾ നമ്മളൊരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു ഇതൊക്കെ തുടങ്ങുമ്പോൾ അതിനൊരു അടിത്തറ ഇടണം, കെട്ടിടം പണിയെങ്കിൽ അടിത്തറ വേണം. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു ഇതിന് ആദ്യമേ ആവശ്യമുള്ള ഒരു വിഷൻ ആൻഡ് സ്പിരിച്വാലിറ്റിയാണ്. അത് ഞാനിപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പ്രഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഡിസൈപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ് ഫോർ പീസ് എന്ന ഈ ഒരു സംരംഭത്തിൽ ഇപ്പൊ എത്ര പേർ പങ്കെടുക്കുന്നുണ്ട്? പല പ്രോഗ്രാംസിലും ആളുകൾ വന്ന് പോകുന്നുണ്ട്. ഞാനത് ഒരു ഫോർമലായിട്ട് തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതിനാണ് ഇപ്പൊ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട്. ഞാൻ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ കണ്ടു, അത് എനിക്ക് വളരെ തൃപ്തിയായി. അപ്പോൾ കാരണം നമുക്ക് എല്ലാത്തിനും ഒരു സംഘടനയ്ക്കാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. അതില്ലെങ്കിൽ വരുന്നവർക്ക് അവരുടേതായിട്ടുള്ള ഇത് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു സമകാലീന പ്രസക്തമായ സംരംഭത്തിൽ ആചാര്യശ്രീയോട് സഹകരിക്കാൻ താല്പര്യമുള്ളവർ അദ്ദേഹത്തെ ദയവായി കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്കൊന്നിൽ അദ്ദേഹത്തെ ഡയറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ അദ്ദേഹത്തെ അറിയിക്കുന്നതായിരിക്കും. അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യത്തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് നമ്പർ അദ്ദേഹം തന്നെ ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. 8281874941. I say again, 8281874941. ഇതാണ് എൻ്റെ മൊബൈൽ നമ്പർ, വാട്സപ്പ് നമ്പറുമാണത്. പിന്നെ swami.sachidananda@gmail.com എന്നുള്ളതാണ് ഈ ജിമെയിൽ. swami.sachidananda@gmail.com. ഉപസംഹരിക്കുമ്പോൾ എനിക്ക് ഏവരോടും പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ. യേശു പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഞാനിവിടെ മക്കൾ എന്ന വാക്കാണ് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നത്. കാരണം സമാധാനം ഉണ്ടാക്കുക എന്നത് പുരുഷന്മാരുടെ കുത്തകയല്ല, അത് പുരുഷന്മാരും സ്ത്രീകളും ദൈവത്തെ അറിയുന്ന ഏവരും എപ്പോഴും സമാധാന പ്രേമികളും സമാധാനം സ്ഥാപിക്കുന്നതിൽ ഏത് സംഭാവന നൽകുവാനും എപ്പോഴും താല്പര്യമുള്ളവരുമായിരിക്കും. അപ്പോൾ അങ്ങനെ ആത്മീക കണ്ണിൽ കൂടെ കേരളത്തെ വീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ആചാര്യശ്രീ കേരളത്തെ സമാധാനത്തിൻ്റെ ഒരു പ്രയോഗശാലയായി, എ ലബോറട്ടറി ഓഫ് പീസ്. ലബോറട്ടറി ഓഫ് ഹേറ്റ്രഡ് നമുക്ക് ഇഷ്ടം പോലുണ്ട്, ലബോറട്ടറീസ് ഓഫ് കോൺഫ്ലിക്റ്റ് നമുക്ക് ഇഷ്ടം പോലുണ്ട്. ഇതുവരെ ഇല്ലാത്തൊരു കാര്യമാണ് ലബോറട്ടറി ഓഫ് പീസ്. അത് തീർച്ചയായും ആത്മീയമായൊരു ചിന്തയാണ്. അതുകൊണ്ട് തന്നെ അതിനോട് സമരസപ്പെടുന്നതിനും അതിന് എന്നാലാകുന്ന കൈത്താങ്ങലുകൾ നൽകുവാനും എനിക്ക് സന്തോഷമുള്ളത്. അതുകൊണ്ട് ഈ ഒരു സംരംഭത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എൻ്റെ കടമയാണ് എന്ന ഒരു ധാരണയിലാണ് സ്വാമിജിയുമായ ഈ ഒരു കോൺവെർസേഷൻ, ഈ ഒരു സംഭാഷണം ഞാൻ ക്രമീകരിച്ചത്. നിങ്ങളിതിൽ തീർച്ചയായും താല്പര്യമെടുക്കും എന്നതാണ് എൻ്റെ പ്രത്യാശ. അതുകൊണ്ട് മുന്നമേ തന്നെ ഇതിലുള്ള സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് വിരമിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. കേരളത്തിൽ സമാധാനമുണ്ടാകട്ടെ. കേരളത്തിൽ നിന്ന് സമാധാനത്തിൻ്റെയും നീതിയുടെയും നദികൾ ഭാരതത്തിൽ മുഴുവനും ഒഴുകി എത്തട്ടെ. പുതിയ പുതിയ മാനുഷികമായ മാഹാത്മ്യത്തിൻ്റെ സാധ്യതകൾ ഭാരതത്തിൻ്റെ മണ്ണിൽ വെളിപ്പെട്ട് വരട്ടെ. ജയ് ഹിന്ദ്. താങ്ക് യു വെരി മച്ച്. ഇനിയും